ഹയ്യാണ്, ഹാലിറാണ്. തേടിയ കാര്യം ഖുദ്റത്തിൽപ്പെട്ടതാണോ, അവരുടെ കഴിവിൽപ്പെട്ടതാണോ? ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം. കുന്നാ നറാ അന്ന ലനാ ഫളൻ അലൽ ഇൻസി ലിഅന്നഹും കാനൂ ലയഊദൂന ബിനാ ഐ ഇദാ നസലൂ വാദിയൻ ഔ മകാനൻ മൂഹിസൻ മിനൽ ബറാരി വഗൈരിഹാ കമാ കാന ആദത്തുൽ അറബി ഫീ ജാഹിലിയതിഹാ. ജാഹിലിയത്തിൽ ഇവർ മരുഭൂമിയിലെത്തിയാൽ ഇങ്ങനെ തേടും. യഊദൂന ബി അലീമി ദാലിക്കൽ മകാനി മിനൽ ജാന്നി. അവിടെയുള്ള ജിന്നുകളുടെ നേതാക്കന്മാരോട് ഇവർ പറയും, അയ്യുസീബഹും ബിശൈഇൻ യസൂഹും, ഇവർക്ക് ദോഷമൊന്നും വരുത്താതിരിക്കാൻ. ഏതുപോലെ കമാ കാന അഹദുഹും യദ്ഖുലു ബിലാദ അദാഇഹി, ഒരാൾ ശത്രുക്കളുടെ നാട്ടിൽ പ്രവേശിക്കുകയാണ്. അപ്പോൾ ഫീ ജിവാരി റജുലിൻ കബീരിൻ വനിമാമിഹി വഖഫാറതിഹി, ഒരാള് കൊടുവള്ളിയിലേക്ക് വരാന്ന് വിചാരിച്ചോളൂ. ഇവിടെ അയാളെ ആക്രമിക്കാനുള്ള കുറച്ച് സംഘം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോ എന്ത് ചെയ്യും? ഇവിടെ ഇപ്പൊ അത് ചെയ്യേണ്ടത് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പം പോലീസുകാരോട് വന്നിട്ട് പറയും, സാർ എനിക്ക് ഇങ്ങനെ കൊടുവള്ളിക്ക് വരണം, എന്റെ വീട് എവിടെയാണ്, അല്ലെങ്കിൽ ഞാൻ താൽക്കാലികമായി അവിടെ താമസിക്കാൻ ഉദ്ദേശിക്കുന്നു, പക്ഷേ എന്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട് എന്നെ നോട്ടമിട്ടിരിക്കുന്ന കുറച്ചാളുകൾ അവിടെയുണ്ട്, അവരിൽ നിന്ന് എനിക്ക് സംരക്ഷണം തരണം എന്ന് പറയൂലേ? ആ പറയുന്നത് പോലെയാണ് ഇവര് പറഞ്ഞത്. അല്ലാതെ അബ്ദുൽ മാലിക് സലഫി പറയണ മാതിരി ജിന്ന് ഖാലിഖാണ്, ജിന്ന് റാസിഖാണ്, ഇതൊക്കെ പണ്ട് സുന്നികൾ പറഞ്ഞതാ. മൊയ്തീൻ ശൈഖ് ഖാലിഖാന്ന് വിശ്വസിച്ചാലേ ശിർക്കാവൂ. അതായത് മുപ്പര് പറഞ്ഞത് ദുർവ്യാഖ്യാനിക്കാം. അതായത് ഇപ്പം നമ്മൾ പിന്നെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ഇപ്പോൾ കൊടുവള്ളിയിൽ മുപ്പര് പ്രസംഗിക്കണ്, ആ കൊടുവള്ളി ചെന്നിട്ട് അപ്പോൾ നമ്മളിവിടെ പിന്നെ ഒരാളോട് ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ പിന്നെ ആദ്യം എന്ത് ചെയ്യും, എനിക്ക് അഭയം തരണം എന്ന് പറയും. അതേപോലെയാണ് ഈ ആളുകൾ അവിടെ ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോയി അവിടെ വിജന പ്രദേശത്തേക്ക് എത്തിയാൽ അവിടെ ജിന്നിനോട് സഹായം ചോദിക്കുന്നതും കൊടുവള്ളിയിൽ പോലീസ് സ്റ്റേഷനിൽ അഭയം ചോദിക്കുന്നതും ഒരുപോലെയാണ് എന്ന് കായക്കൊടി ഇബ്നു കസീർ വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കായക്കൊടിയെ വെല്ലുവിളിക്കുന്നു. ഇബ്നു കസീറിൽ എവിടെയാണുള്ളത്? നിങ്ങൾ തനിച്ച് ദുർവ്യാഖ്യാനം നടത്തിയതാണ്. എന്താ ഇബ്നു കസീറുള്ളത്? കേട്ടോ, ശരിക്കും കേട്ടോ. കമാക്കാൻ ഏതുപോലെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ജാഹിലിയത്തിലുള്ള ആളുകളുടെ രണ്ട് ആദത്ത് പറയാൻ. ജാഹിലിയത്തിലുള്ള ആളുകളുടെ രണ്ട് ആദത്താ പറയുന്നത്. ഒന്നെന്താണ്? അവരുടെ ഏതെങ്കിലും ഒരു വാദിയിൽ എത്തിക്കഴിഞ്ഞാൽ ആ വാദിയിലുള്ള ജിന്നിനോട് അവർ സഹായം ചോദിക്കും. ഇദാ നസലു വാദിയൻ മൂഹിസൻ മിനൽ ബറാരി വഗൈരിഹാ. അതിന് തൊട്ട് മുമ്പ് അദ്ദേഹം പറയുന്നുണ്ട് ഇത് ജാഹിലിയ സമ്പ്രദായമാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം പറഞ്ഞത് കമാ കാന അഹദുഹും. ഞാൻ ചോദിക്കുന്നു കായക്കൊടിയോട്, ഈ അഹദുഹും എന്നതിന്റെ ഹും എന്നുള്ള മീർ എടുക്ക, അത് കൊടുവള്ളിയിലെ പോലീസ് സ്റ്റേഷൻ കാണോ അതല്ല ജാഹിലിയത്ത് കാണോ? നിങ്ങൾ മറുപടി അറിയും. ഈ ഹും എന്നുള്ള നമീർ നിങ്ങൾ മടക്കിയത് കൊടുക്ക, ഈ ഹും എന്നുള്ള നമീർ നിങ്ങൾ മടക്കിയത് കൊടുവള്ളി പോലീസ് സ്റ്റേഷൻ കാണും. ആ കൊടുവള്ളി പോലീസ് സ്റ്റേഷനിലെ കാര്യമല്ല കായക്കൊടി പറയുന്നത്. അവിടുത്തെ ജാഹിലിയത്തിലെ ആളുകൾ, ആ ജാഹിലിയത്തിന്റെ ആളുകൾ അത് അവിടെ സമ്പ്രദായത്തിൽപ്പെട്ടതാണ്. ഒരു നാട്ടിലേക്ക് എത്തിയാൽ അവിടെ സംരക്ഷണം ചോദിക്കുക, അത് ഒരു ഹലാലായ സമ്പ്രദായമാണ്. അതുപോലെ ഒരു ശിർക്കിയായ സമ്പ്രദായമാണിത്. ഇതുപോലെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും ഇത് നമ്മൾ സഹായം ചോദിക്കണ പോലല്ല. ഈ രണ്ട് കാര്യവും ജാഹിലിയത്തിൽ നടപ്പിലുണ്ടായിരുന്ന ജാഹിലിയ കാലഘട്ടത്തിൽ ആളുകൾ ചെയ്തിരുന്നതാണ്. ഏതുപോലെ? ജാഹിലിയത്തിലെ ആളുകൾ വെള്ളം കുടിച്ചിരുന്നു, കള്ളും കുടിച്ചിരുന്നു. അപ്പൊ നമ്മൾ പറയും ഒരു വെള്ളം കുടിക്കുന്നത് പോലെ കള്ളു കുടിച്ചിരുന്നു. അപ്പൊ കായക്കൊടി എന്താ പറയാ? കള്ളു കുടിക്കലും വെള്ളം കുടിക്കലും ഒരുപോലെയാ. അതപ്പോ പ്രശ്നം. ഈ ആളുകള് അവർ ആ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള പ്രമുഖന്റെ രീതി, പ്രമുഖന്റെ ജിവാറിലാണ് ആ രാജ്യത്തേക്ക് പ്രവേശിക്കുക. അത് അവിടെ ഒരു ആദത്താണ്, അത് ശിർക്കല്ലാത്ത ആദത്താണ്. അതേപോലെ ഒരു ശിർക്കിയ ആദത്താണ് ഈ മക്കാനായ മൂഹിസയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ ജിന്നിനോട് സഹായം ചോദിക്കും. അതല്ലാതെ ഈ പറയപ്പെട്ടത് പോലെയാണ് ജിന്നിനോട് സഹായം ചോദിക്കുന്നത്. അവിടെ ഹയ്യും ഹാദിറും ഖാദിറുമായ ഇൻസിനോട് സഹായം ചോദിക്കുമ്പോൾ തന്നെയാണ് ഇവിടെ ഹയ്യും ഹാദിറും ഖാദിറുമായ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് എന്ന് പറയാൻ വേണ്ടി നിങ്ങൾ ഈ ഇബ്നു കസീർ ദുർവ്യാഖ്യാനിച്ചിരിക്കുന്നു.